30 കോടി രൂപയാണോ വലുത്, എൻ്റെ പരിസ്ഥിതിയാണോ വലുത്? അനിൽകൃഷ്ണൻ ഇവിടെ മഹത്തായൊരു വ്യക്തിത്വമായിട്ട് മാറുകയാണ്. അനിൽകൃഷ്ണൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പരിസ്ഥിതിയാണ് വലുത്, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യേ നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പരിസ്ഥിതി ഞായർ. ഇന്നത്തെ പ്രമേയം സൃഷ്ടി ദൈവമഹത്വം പ്രഘോഷിക്കുന്നു. ക്രിയേഷൻ പ്രൊക്ലെയിംസ് ഗ്ലോറി ടു ഗോഡ്. ഏവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ. സാധാരണ ഞാൻ പറയും പോലെ വചനധ്യാനത്തിൻ്റെ കുറിപ്പ് വാട്സപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നു. വിശദ വിവരങ്ങൾക്ക് യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻ പരിശോധിക്കുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരുമിച്ച് വചനം പഠിക്കാം, ധ്യാനിക്കാം. ഇന്നത്തെ പ്രമേയം സൃഷ്ടി ദൈവമഹത്വം പ്രഘോഷിക്കുന്നു. ഈ പ്രസംഗം ആരംഭിക്കുന്നതിന് മുൻപായി ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചാൽ ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിങ്ങനെയാണ്: പ്രസംഗത്തിന് ആരംഭമെന്നോണം, ഒരു ആമുഖമെന്നോണം 10 കസേരകൾ എല്ലാവരും കാണുവാൻ പാകത്തിൽ ക്രമീകരിക്കുക. ആ കസേരയെ ഡിവൈഡ് ചെയ്യുക. 9 കസേര ഒരു ഭാഗത്തും 1 കസേര മറ്റൊരു ഭാഗത്തും. എന്നിട്ട് നമ്മുടെ സഭയിൽ നിന്ന് 10 കുഞ്ഞുങ്ങളെ മുന്നോട്ട് വിളിക്കുക. അവരെയും ഡിവൈഡ് ചെയ്യുക. 9 കുഞ്ഞുങ്ങൾ ഒരു ഭാഗത്തും ഒരാൾ മറ്റൊരു ഭാഗത്തും. എന്നിട്ട് 9 കുഞ്ഞുങ്ങളോട് മാറ്റിയിട്ടിരിക്കുന്ന ഒരു കസേരയിലും ഒരു കുഞ്ഞിനോട് മാറ്റിയിട്ടിരിക്കുന്ന 9 കസേരയിലും ഇരിക്കുവാൻ ഒരു ആഹ്വാനം കൊടുക്കുക. ആ ഒരു കുഞ്ഞ് 9 കസേരകളിലും യഥേഷ്ടം ഇരിക്കും. എന്നാൽ 9 പേർ ആ ഒറ്റ കസേരയിലിരിക്കാൻ അവർക്കുണ്ടാകുന്ന ഒരു എഫർട്ട്, അതൊരു പക്ഷേ സംഘർഷത്തിൽ കലാശിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ ഞാൻ പ്രേരിതനായി എന്ന് ചോദിച്ചാൽ, ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ യഥാർത്ഥ ചിത്രം. ലോകത്തുള്ള ജനസംഖ്യയിൽ 99% ജനങ്ങളും അനുഭവിക്കേണ്ട സമ്പത്ത് ഇന്ന് ലോകത്തിലെ 1% ജനത്തിൻ്റെ കയ്യിലാണ്. അവിടെയാണ് ഈ ദാരിദ്ര്യം, ഈ പ്രതിസന്ധികൾ, ഈ അനുഭവങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. 2024 കണക്കനുസരിച്ച്, ഏപ്രിൽ മാസം 2024 പുറത്തിറങ്ങിയ കണക്കനുസരിച്ച് ഇന്ന് ലോകത്ത് 2781 2781 ശതകോടീശ്വരന്മാരുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്ത് ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ, പട്ടിണിയിൽ വീഴുമ്പോൾ, ആഹാരത്തിൻ്റെ കുറവ് കൊണ്ട് ജീവൻ നഷ്ടപ്പെടുമ്പോൾ 2781 ശതകോടീശ്വരന്മാർ. അതിൻ്റെ അർത്ഥം ലോകത്തുള്ള സമ്പത്ത് മുഴുവനും ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ, ഒരു വിഭാഗമെന്ന് പറഞ്ഞാൽ പോരാ, ഒരു ചെറിയ ഒരു ന്യൂനപക്ഷം വിഭാഗത്തിൻ്റെ കയ്യിൽ ചേക്കേറുന്നു. ഭാരതത്തെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. കാരണം ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഭാരതത്തിൻ്റെ മുഴുവൻ സമ്പത്തും വിരലിൽ എണ്ണാം എന്നുള്ള മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ദാരിദ്ര്യത്തിലേക്ക് നാം വീണുപോകുന്ന അവസ്ഥ ഒന്ന് നന്നായി കണ്ണ് തുറന്നു നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടും കാണാൻ കഴിയും. രാത്രി സമയങ്ങളിലൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ റോഡിൻ്റെ ഭാഗങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ചെറുകിട കർഷകരെല്ലാം, വ്യവസായങ്ങളെല്ലാം ദാരിദ്ര്യത്തിലാണ്. കടകളിലൊന്നും ആളില്ല. പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യം നമ്മെ മാടി വിളിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഇത്. അതുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകൾ ഇവിടെ സ്മരണീയമാണ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യർക്ക് ആവശ്യമുള്ള സമ്പത്ത് ഈ ഭൂമിയിലുണ്ട്. എല്ലാ മനുഷ്യനും സുഖസമൃദ്ധമായി ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് ഈ ഭൂമിയിലുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിനാവശ്യമായ യാതൊന്നും ഈ ഭൂമിയിലില്ല. ചിലരുടെ അത്യാഗ്രഹവും ചിലരുടെ അലസതകളും ഇന്ന് ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ക്ഷണിച്ചു വരുത്തുമ്പോൾ, ഈ പരിസ്ഥിതി ഞായറിൽ നമ്മുടെ പുതിയ ബോധ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കണ്ണുകളെ തുറക്കാം, വചനം ശ്രദ്ധിക്കാം. നാം ചെയ്യേണ്ട കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. സൃഷ്ടി
ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്നു. സൃഷ്ടി ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയോടെ 3 ചിന്തകൾ പകരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിൽ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഏറ്റവും സുപരിചിതമായൊരു വേദഭാഗമാണ്. കർത്താവായ യേശുക്രിസ്തു അക്കരയ്ക്ക് പോവുകയാണ്. തടാകത്തിൽ പടകിലാണ് താൻ യാത്ര ചെയ്യുന്നത്. തൻ്റെ ശിഷ്യന്മാർ ഒപ്പമുണ്ട്. യാത്രാ മധ്യത്തിൽ യേശുക്രിസ്തു ഉറങ്ങിപ്പോയി. യേശു ഉറങ്ങുന്ന സമയത്ത് കാറ്റും കോളും ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാവുകയും ശിഷ്യന്മാർ ഭയന്ന് പരവശരാവുകയും ചെയ്യുന്നു. ശിഷ്യന്മാരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നാഥ, ഞങ്ങൾ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, ഞങ്ങൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്, നിനക്ക് ഞങ്ങളെ ചൊല്ലി ഒരു വിചാരമില്ലയോ? യേശുക്രിസ്തു കാറ്റിനെയും കോളിനെയൊക്കെ ശാസിക്കുന്നു. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് സംവാദം നടത്തുന്നു. ഇങ്ങനെ ആ ഒരു രചന അവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വേദഭാഗ പശ്ചാത്തലത്തിൽ നാം ചെയ്യേണ്ട 3 ചിന്തകൾ പ്രാർത്ഥനയോടെ പറഞ്ഞ് ഇന്നത്തെ വചനധ്യാനത്തിന് വിരാമം കുറിക്കാം. സൃഷ്ടി ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്നു. അതിന് നാം ചെയ്യേണ്ട 3 കാര്യങ്ങൾ. 1, സർവ സൃഷ്ടിയോടും ഒപ്പമുള്ള ആരാധന. എന്താണ് ആരാധന എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു മനുഷ്യൻ പറയുന്ന നിർവചനം ഇതാണ്: ഞാനും ദൈവവുമായുള്ള ബന്ധം. തെറ്റാണ്. മനുഷ്യരും ദൈവവുമായുള്ള ബന്ധം തെറ്റാണ്. എന്താണ് ആരാധന എന്ന് ചോദിച്ചാൽ നൽകാൻ കഴിയുന്ന ഏറ്റവും ഹൃദ്യമായ ഒരു നിർവചനം ദൈവവും മനുഷ്യനും, മനുഷ്യനും പ്രകൃതിയും, ദൈവവും പ്രകൃതിയുമായുള്ള ബന്ധമാണ് ആരാധന. ദൈവം മനുഷ്യൻ, മനുഷ്യൻ പ്രകൃതി, പ്രകൃതി ദൈവം. ആരാധനയിൽ പ്രകൃതിക്ക് പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ വേദപുസ്തകം ആരംഭിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും അത് അവസാന ഭാഗമാണെങ്കിൽ ആകാശത്തെയും ഭൂമിയെയും ക്രമം കെട്ട സ്ഥലത്ത് നിന്ന് ക്രമമാക്കിക്കൊണ്ടായിരുന്നു വേദപുസ്തകത്തിൻ്റെ തുടക്കം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉൽപ്പത്തിയിൽ ഒരു മനോഹരമായ ഒരു സൃഷ്ടി, ഒരു പ്രകൃതി കാണാം. വെളിപ്പാടിൽ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ സൃഷ്ടി കാണാം. പ്രകൃതിക്ക് വളരെ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ആരാധനകൾ ദൈവവും മനുഷ്യനും, മനുഷ്യനും പ്രകൃതിയും, പ്രകൃതിയും ദൈവവും ഈ ഒരു ബന്ധത്തിലായിത്തീരണമെന്ന് ബൈബിൾ പശ്ചാത്തലത്തിലൂടെ ഞാൻ നിങ്ങളോട് പ്രാർത്ഥനയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തിൽ 23-ാം വാക്യം, 8-ാം അധ്യായം 23-ാം വാക്യം, പടകിൽ യാത്ര ചെയ്യുന്ന ക്രിസ്തു ഉറങ്ങുകയാണ്. ഞാനിത് ഒരു ആസ്വാദ്യകരമായ ഒരു അനുഭവമായി കാണുന്നു. എന്ത് ആസ്വാദ്യകരമായ ഇതിലുള്ളത്? കർത്താവായ യേശുക്രിസ്തു ഈ പടകിൽ യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് അതിൽ ലയിച്ചു ചേർന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഈ ഉറക്കം. ഇഴുകിച്ചേർന്നു. നമുക്കറിയാം, തടാകത്തിൽ ഒരു പടകിൽ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകൾ കുളിർമയുള്ള കാഴ്ചകളായിരിക്കും. ആ കുളിർമയിൽ ലയിക്കാൻ കഴിയുന്ന മനുഷ്യൻ സാഹിത്യ ഭാഷയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരമ്മയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങും പോലെ ഉറങ്ങും. പ്രകൃതിയെ കണ്ണു തുറന്ന് കാണാനും പ്രകൃതിയുടെ സൗന്ദര്യം ആഘോഷിക്കാനും അതിൻ്റെ ഭാഗമാകാനും നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ വീട്ടിൻ്റെ മുൻപിൽ നാം പോലും അറിയാതെ വളർന്നു വരുന്ന മനോഹരമായ സസ്യങ്ങളുണ്ട്. അതിൽ പുഷ്പിക്കുന്ന നല്ല പൂക്കളുണ്ട്. അതിനെ ആസ്വദിക്കാൻ, അല്ലെങ്കിൽ പുതിയ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ, പ്രകൃതിയുമായി ഒന്ന് ചേർന്ന് ജീവിക്കാൻ,
പ്രകൃതിയോടൊന്ന് ഇടപഴകാൻ. അതാണ് ഈ ഉറക്കം എന്നുള്ള പദത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന ആശയം. കഴിയുന്നുണ്ടോ? അതാണ് ആരാധന, പ്രിയപ്പെട്ടവരെ. പ്രകൃതിയും മനുഷ്യനും, പ്രകൃതിയും ദൈവവും, ദൈവവും മനുഷ്യനും, ഈ ഒരു ബന്ധം, ഈ ഒരു ഇടപഴകം. അപ്പോഴാണ് സർവ്വ സൃഷ്ടിയോടുമൊത്ത് നാം ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മുടെ പാരമ്പര്യം മഹത്തായൊരു പാരമ്പര്യമാണ്. ഹിന്ദു മതമല്ല, ഹിന്ദു സംസ്കാരമാണ്. അപ്പോൾ ഹിന്ദു സംസ്കാരത്തിൽ വസുധൈവ കുടുംബം എന്ന് പറയുന്ന ഒരു തത്വചിന്തയുണ്ട്. ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത, തത്വചിന്തയും മതവും ഒന്നു ചേർന്ന് കിടക്കുകയാണ്. പ്രകൃതിയാകുന്ന ഒരു കുടുംബം. അവിടെ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളുണ്ട്, പറവകളുണ്ട്, ഇഴജാതികളുണ്ട്. നമുക്കറിയാം, പണ്ട് കാവുകളുണ്ടായിരുന്നു. കാവുകൾ, ക്ഷേത്രങ്ങൾ പോലെയുള്ള കാവുകൾ. കാവുകളിൽ പാമ്പുകൾക്ക് പ്രത്യേകമായൊരു താവളം ഉണ്ടായിരുന്നു. പാമ്പുകൾക്ക് പാല് കൊടുക്കുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. എല്ലാത്തിനെയും, ഒന്നിനെയും മാറ്റി നിർത്താൻ കഴിയത്തില്ല. ജന്തുക്കളെയും സസ്യങ്ങളെയും മൃഗജാലങ്ങളെയും എല്ലാറ്റിനെയും ഉൾപ്പെടുത്തി ആസ്വാദ്യകരമായ രീതിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയുമോ? അപ്പോഴാണ് സർവ്വജനങ്ങളോടൊത്തു ചേർന്ന് ആരാധിക്കാൻ നമുക്ക് കഴിയുന്നത്. ഋഗ്വേദത്തിൽ പറയുന്ന മനോഹരമായ ഒരു വരി ഇങ്ങനെയാണ്: ഭൂമി അമ്മയാണ്, ആർക്കാണ് അമ്മയെ വേദനിപ്പിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് ഒരു മരം മുറിക്കുമ്പോൾ നമ്മുടെ പൂർവികർ മരത്തോട് അനുവാദം ചോദിക്കും. മരത്തോട് അനുവാദം ചോദിച്ച് വേദനയോടുകൂടെയാണ് ആ മരത്തെ മുറിക്കുന്നത്. എന്നിട്ട് അതിന് പകരം 10 മരങ്ങളെങ്കിലും അവർ വെച്ച് പിടിപ്പിക്കും. പ്രകൃതിയെ സ്നേഹിക്കാൻ നമ്മുടെ പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നു, നാം വിശ്വസിക്കുന്ന ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ പ്രകൃതി സ്നേഹികളായി ജീവിക്കുക. പ്രകൃതിയെ ഒന്ന് കണ്ണു തുറന്ന് കാണുക. യേശുക്രിസ്തു ഒരു വലിയ ദൗത്യവുമായി അക്കരയ്ക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്: പോകുന്ന യാത്രയിൽ യേശു പലതും കാണുന്നു. ആ സൗന്ദര്യം യേശുവിനെ വല്ലാണ്ട് ആസ്വാദ്യകരമായ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. യേശു ആ ആസ്വാദ്യകരമായ അനുഭവത്തിൽ ഒരമ്മയുടെ മടിത്തട്ടിൽ ഒരു കുഞ്ഞ് ഉറങ്ങും പോലെ സുഖമായി ഉറങ്ങുന്നു. മറ്റു ശിഷ്യന്മാർ അലസരാണ്. അലസര എന്നുള്ള പദം തന്നെ ഞാൻ പ്രയോഗിക്കട്ടെ. അതുകൊണ്ട് അവർക്കിതൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല. അവർ സംഭാഷണത്തിലായിരിക്കും, മറ്റു കാര്യങ്ങളിലായിരിക്കും. അവർക്ക് ഈ പ്രകൃതിയോ, ഈ കുളിർമയോ, ഈ ആനന്ദമോ ഇതൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല. അവർ ഒരു ഭാഗത്ത്, പക്ഷേ ആസ്വദിക്കുന്ന ക്രിസ്തു സുഖമായി ഉറങ്ങുന്നു. 2, സർവ സൃഷ്ടിയോടും ഒപ്പമുള്ള വിശ്വസ്തത. സർവ സൃഷ്ടിയോടും ഒപ്പമുള്ള വിശ്വസ്തത. മേധാ പട്കർ എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രവർത്തക പരിസ്ഥിതി മുൻനിർത്തി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മേധാ പട്കർ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: പരിസ്ഥിതിയെ പരിഗണിക്കാതെയുള്ള വികസനങ്ങൾ സുസ്ഥിരമല്ല, ശാശ്വതമല്ല. ഡെവലപ്മെൻറ്റ്സ് എന്നൊക്കെ പറയത്തില്ലേ? പരിസ്ഥിതിക്ക് എതിരായി ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരു വികസനവും, ഇൻ്റർലോക്ക്, വൻപൻ കെട്ടിടങ്ങൾ, ഇതൊന്നും സുസ്ഥിരമല്ല, ഇതൊന്നും ശാശ്വതമല്ല, ഇതൊന്നും നമുക്ക് ആനന്ദം നൽകുന്നതല്ല. മേധാ പട്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ്. വിശ്വസ്തതയില്ലായ്മ. 24-ാം വാക്യം നോക്കുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നു. ചുഴലിക്കാറ്റുണ്ടാകുന്നു. ഈ ചുഴലിക്കാറ്റുണ്ടാകുമ്പോഴാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ പ്രകൃതിയിലേക്ക് നോക്കുന്നത്. നമ്മുടെയൊക്കെ പലരുടെയും ജീവിതം അങ്ങനെയല്ലേ? നമ്മുടെ ചുറ്റുപാടും ചില പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോഴാണ് നാം പ്രകൃതിയെ ഒന്ന് കാണുന്നത്, ഒന്ന് കണ്ണു തുറന്ന് കാണുന്നത് കലുഷിതമായ അവസ്ഥയിൽ. അതിനു മുൻപ് വളരെ ആനന്ദപ്രദമായ ചില അനുഭവങ്ങളുണ്ട്, അതൊന്നും ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ചുഴലിക്കാറ്റ് വന്നപ്പോൾ
ഒരു പക്ഷേ അവർ സംഭാഷണത്തിലായിരിക്കാം. ആ സംഭാഷണങ്ങളൊക്കെ വിട്ടിട്ട് അവർ നേരെ ശ്രദ്ധ പ്രകൃതിയിലേക്ക് നയിച്ചു. ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ആരാണ് ഈ പ്രകൃതിയുടെ താളം തെറ്റിച്ചത്? ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവേ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ചുഴലിക്കാറ്റ് കണ്ടിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ നശിക്കാൻ പോവുകയാണ്, നിനക്കിതിനെ ചൊല്ലി ഒരു ഭാരമില്ലയോ? ഭൂകമ്പങ്ങൾ വരുമ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഒരു ചെറിയ മഴ പോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം വെള്ളപ്പൊക്കം ഏത് നിമിഷവും ഉണ്ടാകാം. ഭവനത്തിൻ്റെ അകത്ത് വെള്ളം കയറാം, ഭവനം വെള്ളത്തിൻ്റെ അടിയിലാകാം. മൊത്തം നശിക്കുന്നൊരവസ്ഥയിലേക്ക് ചെറിയ മഴകൾ പോലും വെള്ളപ്പൊക്ക ഭീതി കേരളത്തിൽ ഭരിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ, ദൈവമേ പ്രകൃതിയെ സംരക്ഷിക്കണമേ, മഴ ഞങ്ങൾക്ക് ആവശ്യമാണ്, മഴ ഞങ്ങൾക്കൊരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കരുത്. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങളാണ്. ആരാണിതിൻ്റെ ഉത്തരവാദി? ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടാൽ തോന്നും ദൈവം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പ്രഹരമായിട്ടല്ലേ? അല്ല, നമ്മുടെ സ്വാർത്ഥതകളാണ്, നമ്മുടെ അജ്ഞതകളാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് കാരണങ്ങളെന്ന്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നതിൻ്റെ ഉപയോഗം കൊടുമ്പിരി എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പെൻ പോലും ഞാനിത് ഉപയോഗിച്ചിട്ട് കളയുമ്പോൾ ഇത് നശിക്കുന്നില്ല എന്നുള്ളതാണ് സാരം. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തുമാത്രം പെന്ന്, ഇതുപോലത്തെ പ്ലാസ്റ്റിക്, ഇതൊന്നും നശിക്കുന്നില്ല. ഇതെല്ലാം പ്രകൃതിക്ക് വിരുദ്ധമായി തീരുകയാണ്. ഞാൻ ശ്രമിക്കാം, എനിക്ക് ഇങ്ക് പെന്നുണ്ട്, ഉപയോഗിക്കാൻ ഞാൻ ശ്രമിക്കാം. കഴിഞ്ഞ വർഷവും ഞാനത് പറഞ്ഞെങ്കിലും സൗകര്യാർത്ഥം ഞാനിത് ഉപയോഗിക്കുന്നു. പക്ഷേ ഞാൻ അറിയുന്നു, ഞാൻ എൻ്റെ പ്രകൃതിയെ വേദനിപ്പിക്കുകയാണ്, നശിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഊർജ സ്രോതസ്സുകൾ, ശബ്ദമലിനീകരണം, പ്രകാശമലിനീകരണം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പുസ്തകം വായിച്ചായിരുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ചു. ചില ഭവനങ്ങളിൽ രാത്രി ലൈറ്റ് ഇട്ടിരിക്കും. അത് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു കരുണയായിട്ടോ ഒരു കരുതലായിട്ടൊക്കെ നമ്മൾ ചിത്രീകരിക്കാറുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാൻ വായിച്ചൊരു പുസ്തകം പറയുന്നത്, ആ പ്രകാശം പോലും അസ്വസ്ഥരാകുന്ന ചില ജീവികളുണ്ട്. രാത്രിയിൽ പുറത്തിറങ്ങുന്ന ജീവികൾ, രാത്രിയിൽ സഞ്ചരിക്കുന്ന ജീവികൾ, ആ പ്രകാശം അവരുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നുണ്ട്. അതിൻ്റെ അനന്തര ഫലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രാത്രി ആവശ്യമില്ലാതെ നാം ഇടുന്ന ഒരു ലൈറ്റ് പോലും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ തകർക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നാം അവരോട് അവിശ്വസ്തത കാണിക്കുന്നു എന്ന് ബോധ്യപ്പെടുക. നമ്മുടെ അലസതകൾ, നമ്മുടെ അജ്ഞതകൾ, ഇതെല്ലാം പ്രകൃതിയിൽ രോക്ഷമുണ്ടാക്കുന്നു. അതുകൊണ്ട് പ്രകൃതിയിലേക്ക് നോക്കി വിശ്വസ്തരായിരിക്കാൻ കഴിയുന്നിടത്തോളം, നമുക്കെല്ലാം കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ, കഴിയുന്നിടത്തോളം വിശ്വസ്തരായിരിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ. വേണമെങ്കിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിന് പകരം ഒരു തുണി സഞ്ചി കൊണ്ടുപോകാം. ചെറിയ ശ്രമങ്ങൾ നമുക്കിന്ന് ആരംഭിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ പെന്നിന് പകരം ഒരു ഇങ്ക് പെൻ, ഒരു മഷി പെൻ ഉപയോഗിക്കാം, ശ്രമിക്കാം. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്യാൻ ശ്രമിക്കാം. ഒരു സമുദ്രം ഓരോ തുള്ളി വെള്ളവും ചേരുമ്പോഴാണ്, വെള്ളത്തുള്ളികൾ ചേർന്നാണ് വലിയൊരു സമുദ്രം ഉണ്ടാകുന്നത്. നമ്മുടെ ചെറിയ ശ്രമങ്ങൾ ഒരുപക്ഷെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കും. ഒന്ന്, സർവ്വസൃഷ്ടിയോടുമൊപ്പം ആരാധിക്കുക, അതിനെ ആസ്വദിക്കുക. രണ്ട്, സർവ്വസൃഷ്ടിയോടൊപ്പം വിശ്വസ്തത കാണിക്കുക. ദൈവം ഈ ഭൂമിയെ എനിക്ക് നൽകിയിരിക്കുമ്പോൾ ഞാൻ വിശ്വസ്തനായിരിക്കാൻ വളരെ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ചിന്ത നമ്മെ ശക്തീകരിക്കുകയാണ്. മൂന്ന്, വളരെ പ്രധാനം, സർവ്വസൃഷ്ടിയോടുമൊപ്പമുള്ള തിരിച്ചുവരവ്. 24-ാം വാക്യത്തിൽ യേശുക്രിസ്തു എഴുന്നേറ്റ് കാറ്റിനോടും ആ അന്തരീക്ഷത്തോടും ശാന്തമാകാൻ പറയുന്നു. ഇവിടെയാണ് വളരെ ശക്തമായ മൂന്നാമത്തെ ചിന്ത, ഫ്ലെക്സിബിളാകാതെ നട്ടലോടെ നിൽക്കുക.
ഫ്ലെക്സിബിൾ ആകരുത്. ശാസിച്ചു. യേശുക്രിസ്തു അവിടെ ഉപയോഗിക്കുന്ന ആ ഒരു പദം ശാസിച്ചു എന്നുള്ളതാണ്. അത് കർശനമാണ്, അത് ആജ്ഞയ്ക്കും അപ്പുറമാണ്. ഇനി അത് നടക്കരുത്, ഫ്ലെക്സിബിൾ ആകരുത്. ഡോക്ടർ വൈ.ടി. വിനയരാജ് എന്ന് പറയുന്ന അച്ഛൻ, റവറൻഡ് ഡോക്ടർ വൈ.ടി. വിനയരാജ്, അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായൊരു പുസ്തകം ഞാൻ വായിച്ചതിൽ എൻ്റെ ഹൃദയത്തിൽ ആകർഷിച്ചൊരു പുസ്തകമാണ് സഭയും സാമ്രാജ്യത്വവും. അതിൻ്റെ 73-74 പേജിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പ്ലാച്ചിമട നമുക്കറിയാം, പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമട. അവിടെ ഒരു കൊക്കക്കോള കമ്പനിയുടെ പ്രവർത്തനങ്ങളെയെല്ലാം നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു സംഭവത്തെ വിശദീകരിച്ച് അച്ഛൻ ആ പേജുകളിൽ പറയുന്നുണ്ട്. പ്ലാച്ചിമടയിൽ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ആക്ട് നിലനിൽക്കെ, എങ്ങനെയാണ് ലാൻഡിനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ആക്ട് നിലനിൽക്കെ, സമ്പത്ത് കരങ്ങളിലുള്ള വലിയ കമ്പനി മുന്നോട്ട് വരികയും അനധികൃതമായി നെൽപ്പാടങ്ങൾ നികത്തി. ആര് ചോദിക്കാം? പണമുള്ളവന് പലതും ചെയ്യാമല്ലോ. ചുരുക്കി പറഞ്ഞാൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അനധികൃതമായി പ്ലാച്ചിമടയിൽ നെൽപ്പാടങ്ങൾ നികത്തി, അനധികൃതമായ ജലശേഖരണം നടത്തി അവർ അവരുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ അനന്തര ഫലം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ജലക്ഷാമം ഉണ്ടായി. ചുറ്റുപാടും ആർക്കും ജലം കിട്ടാതായി. മാത്രമല്ല, കിട്ടുന്ന ജലത്ത് ക്ലോറൈഡ്, ഫ്ലൂറൈഡ് എന്നൊക്കെ പറയുന്ന രാസവസ്തുക്കൾ കുമിഞ്ഞുകൂടിയതുകൊണ്ട് ക്യാൻസർ രോഗികൾ ചുറ്റുപാടും പെരുകി. സ്കിൻ പ്രോബ്ലം, ജലക്ഷാമം. ശുദ്ധവെള്ളത്തിന് വേണ്ടി ജനം ഇങ്ങനെ അലയുകയാണ്. ആദ്യം ഈ കമ്പനി അവിടെ വരുമ്പോൾ എല്ലാവർക്കും ജോലി വാഗ്ദാനം ചെയ്തതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴാണ് പ്രോബ്ലം കൂടുന്നത്. ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നു എന്നവർക്ക് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ ഒത്തുകൂടി. പണത്തേക്കാൾ വലുതാണ് പരിസ്ഥിതി എന്നവർ മനസ്സിലാക്കി. പ്ലാച്ചിമടയിൽ ഒരു സമയത്ത് പണമാണ് വലുതെന്ന് വിചാരിച്ചിരുന്ന ജനങ്ങൾ പിന്നത്തേതിൽ മനസ്സിലാക്കി പണമല്ല വലുത്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പരിസ്ഥിതിയാണ് വലുത്. 2001 അവർ സമരത്തിന് മുന്നോട്ടിറങ്ങി. 2001 അവർ സമരം ചെയ്തപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് ആ സമരത്തിൻ്റെ ഒപ്പം നിന്നു. ആ കമ്പനിയുടെ ലൈസൻസ് പിൻവലിച്ചു. കമ്പനിക്കൊന്നും ചെയ്യാൻ പറ്റാതായി. ഈ ചെറിയ മനുഷ്യർ വിചാരിച്ചാലും വമ്പന്മാരെ തള്ളിയിടാൻ കഴിയും കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവം. ആ സമയത്ത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ കൃഷ്ണനെ ഈ കമ്പനി സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു 30 ലക്ഷം രൂപ തരാം, ക്ഷമിക്കണം 30 കോടി രൂപ തരാം, നിങ്ങൾ കോംപ്രമൈസിന് തയ്യാറാകണം. ഒരു ചോദ്യം, 30 കോടി രൂപയാണോ വലുത്, എൻ്റെ പരിസ്ഥിതിയാണോ വലുത്? അനിൽ കൃഷ്ണൻ ഇവിടെ മഹത്തായൊരു വ്യക്തിത്വമായിട്ട് മാറുകയാണ്. അനിൽ കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പരിസ്ഥിതിയാണ് വലുത്. 30 കോടി രൂപ അദ്ദേഹം തൃണവൽക്കരിച്ചെന്നും തുടർന്ന് ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ തീരുമാനങ്ങൾ അവിടെ സ്വീകരിച്ചെന്നും ചരിത്രം പറയുമ്പോൾ, കേരള ചരിത്രം പറയുമ്പോൾ, നമ്മുടെ സമൂഹം പറയുമ്പോൾ, ഫ്ലെക്സിബിൾ ആകാതെ നട്ടല്ലോടെ നിന്നാൽ നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ് വചനധ്യാനത്തിന് ഞാൻ വിരാമം കുറിക്കാം. അമേരിക്കൻ പഴഞ്ചൊല്ലാണ്. നാം അനുഭവിക്കുന്ന ഭൂമി നമ്മുടെ പൂർവികർ നമുക്ക് തന്ന അവകാശമെന്ന് നമ്മൾ കരുതരുത്. അവിടെയാണ് കുഴപ്പം. നാം അനുഭവിക്കുന്ന ഭൂമി നമ്മുടെ പൂർവികർ നമുക്ക് തന്ന അവകാശമെന്ന് നാം കരുതരുത്. നാം പറയത്തില്ലേ, എൻ്റെ അപ്പൻ്റെ വസ്തു, എൻ്റെ അപ്പൻ്റെ സഭ നമ്മുടെ പൂർവികർ നമുക്ക് തന്നത് അല്ല. അമേരിക്കൻ പഴഞ്ചൊല്ല് ഇങ്ങനെ പറയുന്നു, നാം അനുഭവിക്കുന്ന ഭൂമി നാം നമ്മുടെ മക്കളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ മക്കൾക്ക് പലിശ സഹിതം തിരിച്ചു കൊടുക്കണമെന്നാണ്.
ഇന്ന് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ഈ ഭൂമി ഇനിയും എത്രത്തോളം ഭംഗിപ്പെടുത്താൻ കഴിയുമോ, ഭംഗിപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഭംഗിപ്പെടുത്താൻ കഴിയുമോ അങ്ങനെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് 3 കാര്യങ്ങൾ ഇന്നത്തെ വേദഭാഗം പഠിപ്പിക്കുന്നു. 1, ആരാധന, ആസ്വദിക്കുക, അമ്മയുടെ മടിത്തട്ടിൽ ഉറങ്ങും പോലെ ആസ്വദിക്കുക. 2, വിശ്വസ്തത, എവിടെയെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ളൊരു ശ്രമം നടത്തുക. 3, ഫ്ലെക്സിബിൾ ആകാതിരിക്കുക, നട്ടലുള്ളവനാവുക. എക്സാമ്പിൾ അനിൽകൃഷ്ണൻ. ഈ ഭൂമി പൂർവികർ നമുക്ക് തന്ന അവകാശമൊന്നുമല്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കുകയല്ല, കടം വാങ്ങിച്ചതാണ്, നാളെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ഈ ബോധ്യത്തോടു കൂടെ ജീവിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. പരിസ്ഥിതി ആശംസകൾ. ദൈവം നമ്മോട് കൂടെയുണ്ട്. നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.